മാർഗി മധുവിൻ്റെ വ്യാഖ്യാനത്താണ് ഇവിടെ നടക്കുന്നത്. ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും പ്രാചീനമായ നാടകാവതരണ സമ്പ്രദായം കൂടിയാട്ടമാണെന്ന് യുനെസ്കോ പ്രഖ്യാപിച്ചു. കൂത്ത് കൂടിയാട്ടത്തിൽ നിന്നുണ്ടായതാണ്, കൂടിയാട്ടത്തിന്റെ ഭാഗമാണ്. പൂർണ്ണമെല്ലാം ഇരിക്കുന്ന രാമചന്ദ്രൻ രക്ഷിക്കട്ടെ. പണ്ട് ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഹനുമാന്റെ മുഖത്തിങ്കൽ നിന്ന് ലങ്കാപുരവർത്തിനിയായിരിക്കുന്ന സീതാദേവിയുടെ വൃത്താന്തത്തെ കേട്ട് കുപിതമാനസനായി രാവണവധം പ്രതിജ്ഞ ചെയ്ത് ഹൃതപ്രതിജ്ഞന്മാരാകുന്ന സുഗ്രീവാദിവാനരവീരന്മാരോടുകൂടി തെക്കേ സമുദ്രതീരത്തെ പ്രാപിച്ച് രാവണനാൽ നിരസ്തനായിരിക്കുന്ന വിഭീഷണനെ സ്വീകരിച്ച് ലങ്കാരാജാവാക്കി വെച്ച് അഭിഷേകം ചെയ്യിച്ചതിന്റെ ശേഷം വരുണനോട് മാർഗത്തെ അപേക്ഷിച്ച സമയത്തിങ്കൽ കൊടുക്കായിക ഹേതുവായിട്ട് കുപിതനായി ആഗ്നേയാത്രം തൊടുത്ത സമയത്തിങ്കൽ ഭീതനായിരിക്കുന്ന വരുണനാൽ പ്രദത്തമായിരിക്കുന്ന മാർഗത്തിങ്കൽ വാനരാഹൃതങ്ങളായിരിക്കുന്ന ഗിരിനികരങ്ങളെ കൊണ്ട് സേതുബന്ധനം ചെയ്ത് സമുദ്രമതിക്രമിച്ച് ലങ്കയുടെ ഉത്തരഗോപുരദ്വാരത്തെ പ്രാപിച്ച് സേനാനിവേശം ചെയ്തു വർത്തിക്കുന്ന സമയത്തിങ്കൽ വിഭീഷണാമാത്യന്മാരിൽ നിന്ന് രാവണന്റെ നഗരരക്ഷാവൃത്താന്തത്തെ അറിഞ്ഞ് സുഗ്രീവനെ കൊണ്ട് വിരോധിപുര നിരോധനത്തെ ജയിച്ചതിന്റെ ശേഷം സുഗ്രീവനോടായിക്കൊണ്ട് ഇപ്രകാരം ഓരോരോ വാക്കുകളെ അരുളി ചെയ്തു ആയത് ഇപ്രകാരമാകുന്നത്. അതെ സുഗ്രീവ, നമ്മളുടെ സമീപത്തിങ്കൽ നിന്ന് ഒരു ദൂതൻ അവളെന്റെ സമീപത്തിങ്കലേക്ക് പോട്ടെ എന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സുഗ്രീവനെ സമീപത്തിങ്കൽ വിളിച്ച് സുഗ്രീവനോട് ഭംഗിയായിട്ട് ഇങ്ങനെ അറിയിക്കാനുണ്ടായത്. ആ ഭഗവാൻ ഹനുമാൻ പറഞ്ഞ് സീത ലങ്കയിങ്കലുണ്ട് എന്നുള്ള വൃത്താന്തം അറിയ കഴിഞ്ഞപ്പോ ആ രാവണവധമൊക്കെ പ്രതിജ്ഞ ചെയ്ത് സുഗ്രീവാദി വാനരവീരന്മാരോടുകൂടി ആ സേതുബന്ധനം ചെയ്ത് സമുദ്രം അതിക്രമിച്ച് ലങ്കയുടെ ഉത്തര ഗോപുരദ്വാരം ഉണ്ടല്ലോ, വടക്കേ ഗോപുരദ്വാരം, അവിടെ എത്തുക കഴിഞ്ഞു. സുഗ്രീവ, ഇങ്ങനെ ഇരുന്നാ പോരാ കേട്ടോ. സുഗ്രീവൻ എന്താ എന്നോട് പറഞ്ഞത്? എന്നെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നപ്പോഴേ
വേണ്ടതൊക്കെ ചെയ്തു തരാം, ഒരു വൈഷമ്യം ഉണ്ടാവില്ല, അങ്ങക്ക് വേണ്ടത് മുഴുവൻ നേരെയാക്കിക്കോളാം. രാവണനെ നിഗ്രഹിച്ച് ആ ദേവിയെ കൊണ്ടുപോകുന്നത് വരെ ഞാൻ വേണ്ടതൊക്കെ ചെയ്തോളാം. സുഗ്രീവൻ ഒരാളുടെ വാക്ക് വിശ്വസിച്ചിട്ടാ ഞാൻ ഇതിന് പുറപ്പെട്ടത്. സുഗ്രീവൻ കൽപ്പിച്ചാൽ പിന്നെ അതിന് മാറ്റം ഉണ്ടാവില്ല. ഈ കൽപ്പനകൾ പലരും പുറപ്പെടുവിക്കാറുണ്ടല്ലേ, പല കൽപ്പനകളും പുറപ്പെടുവിക്കാറുണ്ട്. ആരെങ്കിലും ഒരാൾ അനുസരിക്കാറുണ്ടോ? കൽപ്പിക്കണ ആള് കൽപ്പിക്കും, അനുസരിക്കാൻ തോന്നി അനുസരിക്കും, ഇല്ലെങ്കിൽ ഇല്ല. അപ്പൊ അങ്ങനെയല്ലേ നമുക്ക് അതെന്താ കൽപ്പിക്കുന്ന ആൾക്ക് അതിനുള്ള കഴിവില്ല. കൽപ്പിക്കുന്ന ആൾക്ക് കഴിവുണ്ടെങ്കിൽ അനുസരിക്കാണ്ടിരിക്കില്ല. സുഗ്രീവൻ യോഗ്യനായിട്ടുള്ള ആളാ, സുഗ്രീവാജ്ഞ സിദ്ധായിട്ടുള്ളതാണല്ലോ. സുഗ്രീവൻ വാനന്മാരോടൊക്കെ പറഞ്ഞു ഒരാള് ഇരുന്ന് നിൽക്കുന്ന അനങ്ങാൻ പാടില്ല കേട്ടോ. രാവണനും തോന്നി എന്തെങ്കിലും ചില രക്ഷ വേണം, പുറമേന്ന് ആരും കൊണ്ട് വരരുത് എന്ന് നിശ്ചയിച്ച് ആ രാക്ഷസന്മാരെ, അതിബലവാന്മാരായിട്ടുള്ള രാക്ഷസന്മാരെ കാവലിനായിട്ട് ഏൽപ്പിച്ചു. ആ 4 ഗോപുരദ്വാരങ്ങളിലും കാവലിനായിട്ട് ഏൽപ്പിച്ചുല്ലോ. ഇങ്ങനെ രാവണൻ നഗരരക്ഷ ചെയ്തിട്ടുണ്ട് എന്നുള്ള കഥ ഈ വിഭീഷണന്റെ മന്ത്രിമാര് പറഞ്ഞ് രാവണൻ അറിയാനായിട്ടേ. അത് കേട്ടപ്പോ ഭഗവാനും സുഗ്രീവ നമുക്കും വേണം ചില രക്ഷയൊക്കെ. എന്തിനാന്നറിയ ഇപ്പൊ വാനന്മാരാരും അങ്ങോട്ട് കിടക്കാണ്ടിരിക്കാനാണല്ലോ രാവണൻ നഗരരക്ഷ ചെയ്തേക്കുന്നത്. രാക്ഷസന്മാരാരും ഇങ്ങോട്ട് പുറത്തേക്ക് കിടക്കാണ്ടിരിക്കാനായിട്ട് നമ്മുടെ വാനന്മാരെ അവിടെ പുറത്ത് കവിഴ്ന്നു നിർത്തുക അല്ലേ. സുഗ്രീവ, നമ്മളുടെ സമീപത്തിങ്കൽ നിന്നൊരു ദൂതൻ അവിടെ എന്റെ സമീപത്തിങ്കലേക്ക് പോട്ടെ. എന്തിനീ ദൂതനെ പറഞ്ഞേക്കേണ്ട ആവശ്യം എന്താ അവിടെ? ആണെങ്കിൽ രാവണൻ നയജ്ഞനാണോ ദണ്ഡ്യനാണോ എന്ന് അറിഞ്ഞു വരിക, അതാണ് ആവശ്യം. എന്ന് പറഞ്ഞാൽ നയം കൊണ്ട് കാര്യം സാധിക്കുമോ അതല്ല ദണ്ഡം തന്നെ പ്രയോഗിക്കണോ അതറിഞ്ഞു വരേണ്ട ആവശ്യം. ആദ്യം ഒരു ദൂതനെ പറഞ്ഞയച്ച് രാവണൻ നയജ്ഞനാണോ ദണ്ഡ്യനാണോ എന്നൊക്കെ അറിയേണ്ട ആവശ്യമുണ്ടോ? നേരിട്ട് അങ്ങോട്ട് ചെന്ന് രാവണനെ യുദ്ധത്തിന് വിളിച്ച് യുദ്ധത്തിങ്കൽ രാവണനെ നിഗ്രഹിച്ച് ദേവിയെ കൊണ്ടുകൊടുത്ത് അങ്ങോട്ട് പോവുക, അതല്ലേ വേണ്ടൂ. ആദ്യം ഒരു ദൂതനെ പറഞ്ഞേക്കേണ്ട ആവശ്യമുണ്ടോ? ആണെങ്കിൽ സുഗ്രീവാ, പരമാർത്ഥം പറഞ്ഞാൽ അതേ വേണ്ടൂ. അത് നമ്മൾ വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് സാധിക്കുകയും ചെയ്യും. അതിനുള്ള സൈന്യശക്തിയും നമുക്കുണ്ട്. പക്ഷേ ഇപ്പൊ ഒരു ദൂതനെ പറഞ്ഞയക്കാതെ കണ്ട് നമ്മള് രാവണനെ നിഗ്രഹിച്ച് സീതയെ കൊണ്ട് ഇവിടെ പോവുക കഴിഞ്ഞാൽ ഇതിന്റെ പരമാർത്ഥം അറിയാത്ത ആളുകളുണ്ടോ? എന്താ അവിടെ സംഭവിച്ചതെന്നുള്ളതേ. ഇതിന്റെ പരമാർത്ഥം അറിയാത്ത ആളുകള് ഒരു സമയം ഞാൻ തെറ്റു പ്രവർത്തിച്ചു, രാമൻ തെറ്റു പ്രവർത്തിച്ചു എന്ന് പറയാനായിട്ട് ഇടവന്നു വരും. എന്താ താൻ എങ്ങനെ പറയണത്? ആ രാമൻ ചെയ്ത ഒരു പ്രവൃത്തിയെ രാമനോ അറിയില്ലേ? എന്ത് രാമന്? അയോധ്യ രാജാവ് ദശരഥന്റെ പുത്രന്റെ രാമനെ ഞാൻ അറിയും. രാമനെ ഇത്ര അറിയുന്ന ഒരു കാലം മുമ്പുണ്ടായിട്ട് ചെയ്യോ? രാമന് ദിവസം പ്രതി പ്രാധാന്യം കൂടി കൂടി വരിക. ഓ രാമനെ അറിയും. ആ രാമൻ ചെയ്തൊരു പ്രവൃത്തിയാ. എന്താണോ രാമൻ ചെയ്തത്? എന്താ ചെയ്തോ? ഇങ്ങനെയൊക്കെ അവര് ചെയ്യാൻ തോന്നൂലോ എന്ന് ആലോചിക്കാൻ എന്താ ചെയ്തെന്ന് പറയാ. ആ സാധു രാവണൻ കഥ കൊണ്ട് ചോദിച്ചു. രാവണനെ നിഗ്രഹിച്ചത് വെറുതെ ഒന്നും അല്ലാന്നാണല്ലോ ഞാൻ കേട്ടത്. എന്താ താൻ കേൾക്കേണ്ടത്? എന്താ രാമന്റെ ഭാര്യയെ ബഹരിച്ചു എന്നോ, അതുകൊണ്ടാണ് രാവണനെ നിഗ്രഹിച്ചതെന്നൊക്കെ കേട്ടുല്ലോ. വേണ്ടാത്തതൊക്കെ കേൾക്കേ, വേണ്ട ഒന്നും കേൾക്കില്ല. എടോ രാമന്റെ ഭാര്യയെ അപഹരിക്കേ തനിക്ക് ആലോചിച്ചറിഞ്ഞൂടെ? രാവണന്റെ ലങ്കയിലെ അവസ്ഥ എന്താ താനൊന്നും ആലോചിച്ചുകൂട. ഉർവശി, മേനക, രംഭ, തിലോത്തമ തുടങ്ങിയ സ്വർഗ സ്ത്രീകള് സ്വാധീനായിട്ടുള്ള ആളാ രാവണൻ അല്ലേ.
രാവണൻ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ പാകത്തിന് സ്വർഗസ്ത്രീകൾ സ്വാധീനമായിട്ടുള്ള ആളാ. അങ്ങനെ സ്വർഗസ്ത്രീകൾ സ്വാധീനമായിട്ടുള്ള ഒരാൾക്ക് സീത ഒരു മനുഷ്യ സ്ത്രീ അല്ലേ? സ്വർഗസ്ത്രീകൾ സ്വാധീനമായിട്ടുള്ള ആൾക്ക് ഈ മനുഷ്യ സ്ത്രീയോട് മോഹം തോന്നുന്നു. തനിക്ക് ആലോചിച്ചറിഞ്ഞൂടെ? അപ്പോ രാമൻ സീതയെ ലങ്കേന്നാണ് കൊണ്ടുവന്നൊക്കെ കേൾക്കുന്നുണ്ടായില്ലോ. അത് പരമാർത്ഥല്ല എന്ന് പറയുന്നത്. ലങ്കേന്നാണ് കൊണ്ടുവരേണ്ടായത്, അത് പരമാർത്ഥ. രാമന്റെ ഭാര്യയല്ലേ സീത? അതെ. പിന്നെ എങ്ങനെയാണോ ലങ്കയിലുണ്ടായത് സീത? അതൊന്നും ഞാൻ പറയാം, പരമാർത്ഥം അറിയണ്ട. ആരെങ്കിലും എന്തെങ്കിലും പറയണ കേട്ടിട്ട് വിശ്വസിക്കരുത്. സീത ലങ്കയിൽ ചെല്ലാനുള്ള കാരണം വേറൊന്നുമല്ല. രാമൻ സ്വതേ അയോധ്യ രാജാവിന്റെ പുത്രനായിരുന്നല്ലോ, ദശരഥന്റെ പുത്രനാ. അപ്പൊ അയോധ്യയില് സുഖമായിട്ട് അവിടെ കഴിയിരുന്നു. അങ്ങനെ കഴിയുന്ന കാലത്ത് ഈ രാമനെ കൊണ്ട് അയോധ്യയിലുള്ള ആളുകൾക്ക് ഒരു വിധത്തിലും അവിടെ കഴിച്ചുകൂട്ടാൻ വയ്യേണ്ടി. അയോധ്യയിലുള്ള ആളെ സമാധാനമായിട്ട് കഴിഞ്ഞിരുന്ന ആളാ. രാമനും രാമന്റെ ആളെന്ന് പറഞ്ഞ കുറെ ആളുകളുണ്ട്. അവരുടെ ഉപദ്രവം കൊണ്ട് ഒരു വിധത്തിലും അവിടെ കഴിച്ചുകൂട്ടാൻ വയ്യേണ്ടി. അതെ, രാമൻ എന്താ ചെയ്യണമെന്നല്ലേ? എന്റെ അച്ഛനല്ലേ ഇവിടെ ഭരിക്കണത്, അപ്പൊ എനിക്ക് എന്തു ആവാം എന്നുള്ള അഹങ്കാര. ഭരിക്കണാളുടെ അഹങ്കാരാണ് അയോധ്യയിലുള്ള ആളുകളൊക്കെ ഉള്ള വിഷയം ഉണ്ടായത്. എന്റെ അച്ഛനല്ലേ ഭരിക്കുന്നത്, എനിക്ക് എന്തു ആവാം എന്ന് നിശ്ചയിക്കട്ട. ആദ്യമൊക്കെ ആള് സഹിച്ചു. എന്തെങ്കിലും ആവട്ടെ, ഭരിക്കുന്ന ആളുടെ മകനല്ലേ, ഇപ്പൊ പറഞ്ഞിട്ട് ആരോഗ്യമാവണ്ട എന്ന് നിശ്ചയിച്ച് ആദ്യമൊക്കെ ആള് കുറെ സഹിച്ചു. ആ സഹിക്കും തോറും ഇവന്റെ അഹങ്കാരം കൂടി വരിക. ഉപദ്രവത്തിന് കുറവല്ല, കൂടുതലാണ് ഉണ്ടാവുന്നത്. അങ്ങനെ വന്നപ്പോ കുറെ കഴിഞ്ഞപ്പോ ആളോ കൂടെ വിശ്വസിച്ചോടോ, നീ ഇവരെ ഇവിടെ വെച്ചുകൊണ്ടിരുന്നാൽ ഈ നാട് മുടിക്കും, സംശയമൊന്നുമില്ല. അതുകൊണ്ട് നീ ഇവനെ ഇവിടെ നിർത്തണ്ട എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ നീ ഇനി ഇവിടെ നിൽക്കണ്ടാട്ടോ, കാട്ടിലേക്ക് പോക്കോ എന്ന് പറഞ്ഞ് കഴുത്തി പിടിച്ച് കാട്ടിലേക്ക് അങ്ങോട്ട് തള്ളി. അങ്ങനെയാണ് ഈ രാമൻ കാട്ടിലേക്ക് പോവേണ്ടായത്. അല്ലെങ്കിൽ അയോധ്യ രാജാവിന്റെ പുത്രനാ, രാജഭോഗങ്ങളും അനുഭവിച്ച് സുഖമായിട്ട് അവിടെ കഴിയാം. അവളൊക്കെ കൂടെ കാട്ടിലേക്ക് പറഞ്ഞയക്കേണ്ടായത്. അവൻ പറഞ്ഞത് അച്ഛന്റെ വാക്കനുസരിച്ച് പോയി എന്നൊക്കെയാണ്. അതൊന്നുമല്ല, അവളെ കൂടെ കാട്ടിലേക്ക് പറഞ്ഞയക്കേണ്ടായത്. രാമൻ കാട്ടിലേക്ക് പോയപ്പോ ഭാര്യ സീത, ഇതൊക്കെ നല്ല സമ്മതമൊന്നും ഉണ്ടായിരുന്നില്ല പോവാനായിട്ട്. സുഖമുള്ളതല്ലോ ഈ കാട്ടിൽ പോയി കഴിയാന്നുള്ളത്. എങ്കിലും ഭർത്താവ് പോകുമ്പോ പിന്നെ കൂടെ പോവാണ്ട നിവൃത്തിയില്ലല്ലോ എന്ന് നിശ്ചയിച്ച സീത കാട്ടിലേക്ക് പോയി. അനുജൻ ലക്ഷ്മണൻ അവൻ പുറത്തേക്ക് പറഞ്ഞത് ജ്യേഷ്ഠനെ സഹായിക്കാനാണെന്നൊക്കെയാണ്. എന്താ അവന്റെ മനസ്സിലുണ്ടായിരുന്നല്ല ശരിയ. ഏതായാലും അവനും കാട്ടിലേക്ക് പോയി. ഇങ്ങനെ മൂന്നാളും കൂടെ കാട്ട് അവിടെ ചെന്നു കൂടി. അവിടെ ചെന്നു കൂടി കുറച്ച് കഴിഞ്ഞപ്പോ ഈ രാമന് സീതയോടുള്ള വലിയ പ്രതിപത്തിയൊക്കെ അവിടെ കുറഞ്ഞു. വലിയ സ്നേഹമൊക്കെ കുറഞ്ഞു രാമന്. അതാ വിവാഹം കഴിച്ചിട്ട് കാലം കുറെ ആയിപ്പോഴേ. രാമന്റെ തന്നെയെന്ന് വെക്കണ്ട അവിടെ ഒരുവിധം എല്ലാവരുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. ആ വിവാഹം കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ചു കാലം വലിയ പ്രത്യേക. എവിടെ പോവാണെങ്കിലും വേണ്ടിയ ഒരുമിച്ച് കയ്യിൽ പിടിച്ച് എന്റെ അവളെ കണ്ടോ, അവളെ കാണിച്ചോണ്ടിട്ട് നടക്കലുണ്ട്. ആദ്യത്തെ കുറച്ച് കാലമാണ്. ആ സമയത്ത് അങ്ങ് നടക്കണ കണ്ടാൽ കൂടെ അല്ലെങ്കിൽ ഒരറ്റ അങ്ങോട്ട് മുമ്പോട്ട് വയ്ക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് കുറച്ചു കാലം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ കൊണ്ടു കിടക്കാണ്ടോ നിർത്തിയില്ലല്ലോ. ശരിക്കും അനുഭവമുള്ള ആളുകളുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞത് കൊണ്ടുള്ള ചോദ്യം നിർത്തിക്കാൻ പറഞ്ഞു കൊണ്ടുകൊടുക്കാം. അപ്പൊ എല്ലാവരുടെയും അവസ്ഥ കഴിഞ്ഞ ഇപ്പോ രാമന്റെ വിവാഹം കഴിഞ്ഞിട്ട് കാലം കുറച്ചായല്ലോ. അപ്പോ ഈ സീത എങ്ങനെയെങ്കിലും ഉപേക്ഷിക്കണം എന്ന് തോന്നിയില്ല. ഒരു മാനെ കണ്ടപ്പോ അതിനെ പിടിക്കാനാണെന്നുള്ള വ്യാജേന അതിന്റെ പിന്നാലെ അല്ലെങ്കിൽ ഇപ്പൊ രാമന് മാനെ പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മാനെ പിടിക്കാനൊന്നുമല്ല, സീത ഉപേക്ഷിക്കാനുള്ള ഔഷധ. ആ മാനെ കണ്ടപ്പോ അതിനെ പിടിക്കാനെന്നുള്ള വ്യാജേന അതിന്റെ പിന്നാലെ അങ്ങോട്ട് പോയി. പോണ സമയത്ത് പറഞ്ഞു, ലക്ഷ്മണ നീ ഒന്ന് നോക്കിക്കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് രാമൻ പോയത്.
രാമൻ പൂവ് കഴിഞ്ഞപ്പോ ലക്ഷ്മണൻ ആലോചിച്ചു, ഇത്രയും കാലം ഒരുമിച്ച് കൊണ്ടു കിടന്ന ജ്യേഷ്ഠന് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവന് എനിക്ക് വേണം, ഞാൻ എന്റെ വഴിക്ക് പോവാ എന്നൊക്കെ ലക്ഷ്മണൻ കൊണ്ടുപോയി. സീത ചെന്നുപെട്ടേക്കുന്നതാണെങ്കിലും അതിഭയങ്കരമായിട്ടുള്ള ഒരു കാട്ടിലും സിംഹവ്യാഘ്രാതി ദുഷ്ടമൃഗങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള കാട. അവിടെ നിന്ന് ആരും ആശ്രയം ഇല്ലാണ്ട് വന്നപ്പോ ഉറക്കെ അങ്ങനെ നിലവിളിച്ചു തുടങ്ങി അവിടെ നിന്നുകൊണ്ട്. ആ സമയത്താണ് ഈ രാവണൻ പുഷ്പവിമാനത്തിൽ കയറി ലോകം ചുറ്റി സഞ്ചരിക്കാനായിട്ട് പോണ സമയ. അങ്ങനെ പോണ സമയത്ത് ഈ സീത നിന്നിരുന്ന വനപ്രദേശത്തിന്റെ ഉപരിഭാഗത്തിങ്കൽ കൂടി പോവാനായിട്ടിടയിൽ അങ്ങനെ പോണ വഴിക്ക് ഈ സീതയുടെ കരച്ചിലിങ്ങനെ കേട്ടു. കരച്ചില് കേട്ടത് ഇതൊരു മനുഷ്യ സ്ത്രീയുടെ കരച്ചിലാണല്ലോ കേൾക്കണത്. ഇതാര ഈ കാട്ടിൽ ആരാ അവിടെ നിന്ന് കരയണതാവൂടി, ആരാന്നൊന്നും അറിയണം എന്ന് നിശ്ചയിച്ച് ആ കരച്ചില് കേട്ട നിൽക്കല് അവിടെ ചെന്ന് നോക്കി. അവിടെ ചെന്ന് നോക്കിയപ്പോ ഈ സീത ആരും ആശ്രയമില്ലാതെ കണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കരയണതാ കണ്ടത്. അത് കണ്ടപ്പോ രാവണനും കണ്ടേ, ആരാ ഈ സാഹസം പ്രവർത്തിച്ച് നോക്കി, ഇത്ര സുന്ദരിയായിട്ടുള്ള ഇവിടെ ഒറ്റയ്ക്ക് ഇവിടെ ഈ കാട്ടില് ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോയത് ആരാ, ആരാ ഈ സാഹസം പ്രവർത്തിച്ചത്? ആ സിംഹവ്യാഘ്രാതി ദുഷ്ടമൃഗങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള കാട, ഏത് സമയത്തും ആപത്ത് സംഭവിക്കാം. എന്താ വേണ്ട, ഇവിടെ കണ്ടിട്ട് ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോവാനും തോന്നില്ല. രാവണന്റെ മനസ്ഥിതിയുടെ കൂടെ വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ സിദ്ധി കൂടാണെങ്കിൽ കൂടിക്കോട്ടെ വിചാരിച്ചാൽ പോയാൽ മതി രാവണന്. അത് തോന്നിയില്ല രാവണനെ. ആയാലും എനിക്കിപ്പോ ഇവിടെ കാവലിക്കാനായിട്ട് പറ്റില്ല, എനിക്ക് പോയിട്ട് വേറെ പ്രവൃത്തിയില്ല. എന്താ വേണ്ടേ, ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോവാനും പറ്റില്ല. കരിയ ഏതായാലും രാജധാനിയിലേക്ക് കൂട്ടി കൊണ്ടുപോവാ, ആരെങ്കിലും അന്വേഷിച്ചു വന്നാൽ അപ്പൊ കൊടുക്കാലോ എന്ന് നിശ്ചയിച്ച് ആ രാവണന്റെ മനസ്ഥിതി അവിടെ നിർത്തി ആപത്ത് വരണ്ട എന്ന് വിചാരിച്ച് സീതയെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോയി രാവണൻ തെങ്കിലേക്ക്. അവിടെ ചെന്ന് രാജധാനി ചെന്നപ്പോ ആലോചിച്ചു എന്താ വേണ്ടേ. ഏതായാലും രാജധാനിയുടെ അകത്തേക്ക് കിടക്കണ്ട, അകത്തേക്ക് കിടത്തിയാൽ ആളുടെ ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞിട്ടാക്കുന്ന കാല, ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ ചെയ്തു എന്ന് പറയുന്ന കാല. അനുഭവം ഉണ്ടായതോല്ലേ, അങ്ങനെയാ കാലം അങ്ങനെയായിട്ടുണ്ടപ്പോഴേ. അപ്പൊ അതുകൊണ്ട് ഞാൻ മൂലം അവൾക്ക് ഒരു വൈഷമ്യം ഉണ്ടാവണ്ട എന്ന് നിശ്ചയിച്ച് പുറത്ത് അവിടെ ഉദ്യാനത്തില് ഒരു വൃക്ഷത്തിന്റെ ചൂട്ടില് അവിടെ ഇരുത്തേണ്ടു. അകത്തേക്ക് കിടത്തു തന്നെ ഉണ്ടായില്ല. അത്ര മനസ്സിരുത്തിയിട്ടാണ് കാമൂലൊരു ദോഷം ഉണ്ടാവരുതെന്ന് വിചാരിച്ച് പുറത്ത് അവിടെ ഉദ്യാനത്തിലെ വൃക്ഷത്തിന്റെ ചൂട്ടിൽ അവിടെ ഇരുത്തുകയുണ്ടായത്. ആ രാക്ഷസ സ്ത്രീകളെ വിളിച്ചതേ, നിങ്ങളൊക്കെ അവർക്ക് എന്താ വേണ്ട സഹായമൊക്കെ ചെയ്തു കൊടുക്കണം കേട്ടോ ഇവരുടെ സഹായത്തിനായിട്ട് രാക്ഷസ സ്ത്രീകളെ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ രാമൻ കൊള്ളരുതാത്തവൻ, അവൻ ഉപേക്ഷിച്ചു പോയതാ. വേറൊരുത്തം കൊണ്ടുപോയി എന്ന് കേട്ടപ്പോ സുഖായില്ല. അവിടെ ചെന്ന് ആ സാധുവിനെ ചെന്നങ്ങോട്ട് നിഗ്രഹിച്ചു. ഒരു വാക്ക് രാവണൻ ചോദിക്കായിരുന്നല്ലോ അല്ലേ, ചോദിച്ചെങ്കിൽ രാവണൻ കൊടുത്താലേ. രാവണൻ ആരെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് വേണമല്ലോ കൊടുക്കാന്ന് വിചാരിച്ച അവിടെ നോക്കിയിരിക്ക. രാമൻ ചോദിച്ചിട്ടില്ല, നേരെ അങ്ങോട്ട് ചെന്ന് രാവണനെ ഒന്ന് നിഗ്രഹിച്ചു. രാമന് ചോദിക്കാൻ കുറച്ചൊരു വിഷമം ഉണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയില്ല. എന്താ ചോദിക്കണ്ടേ അവിടെ ചെന്ന് രാവണന്റെ അടുത്ത്? എന്റെ ഭാര്യയാണ് തന്നാ തന്നില്ല. ചോദിച്ചാൽ സ്വന്തം ഭാര്യയെ രക്ഷിക്കാൻ പോലും കഴിവില്ലാത്തവനാണ് രാമൻ എന്ന് വരില്ലേ. അപ്പൊ രാമൻ ചോദിക്കാനും മടിയുണ്ടാവും. ഞാൻ സമ്മതിക്കുന്നു, വേണ്ട രാമൻ ചോദിക്കണ്ട. രാമന്റെ കൂട്ടത്തിൽ കുഴങ്ങന്മാരുണ്ടായിരുന്നല്ലോ അല്ലേ. ആരെങ്കിലും ഒരാളെടുത്ത് ഇനി പോയിട്ടേ എന്റെ ഭാര്യ ആരെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ട് വാ പറഞ്ഞാൽ മതി. ഇപ്പൊ രാവണന് ഇന്നാള് ചോദിക്കണമെന്നൊന്നുമില്ലേ. ആരെങ്കിലും ഒരാള് ചോദിച്ചിട്ട് വേണമോ കൊടുക്കാന്ന് വിചാരിച്ച അവിടെ നോക്കിയിരിക്ക. ഈ കൊള്ളരുതാത്തവൻ ഒന്നും ചെയ്യാതെ കണ്ട് ആ സാധുവിനെ ചെന്നങ്ങൾ നിഗ്രഹിച്ചു. അങ്ങനെയുണ്ടായത് താൻ പറഞ്ഞ പോലെയൊക്കെ ആണെങ്കിൽ രാമൻ ചെയ്തത് തെറ്റുപറ്റിയ സംശയമൊന്നുമില്ല എന്ന് സുഗ്രീവാ. ഇതിന്റെ പരമാർത്ഥം അറിയാത്ത ആളുകള്
ഞാനാണ് തെറ്റു പ്രവർത്തിച്ചത്, രാമൻ തെറ്റു പ്രവർത്തിച്ചു എന്ന് പറയാനായിട്ട് ഇടവൊന്നുമില്ല. ഇപ്പൊ ഒരു ദൂതനെ ഇവിടുന്ന് പറഞ്ഞേക്കണം എന്ന് പറയാൻ ഞാൻ കാരണം സുഗ്രീവ, ദൂതനെ പറഞ്ഞേക്കണമെങ്കിൽ ഇപ്പൊ നമുക്ക് അന്യന്മാർ ധാരാളം ഉണ്ടല്ലോ, ആരെങ്കിലും ഒരാളെ പറഞ്ഞേച്ചാ പോരെ. ഇതാണെങ്കിൽ അത് പോരാ, ദൂതനായിട്ട് പറഞ്ഞേക്കുമ്പോ വളരെ മനസ്സിലാവും. ദൂതന്മാരെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ആരൊക്കെ അവര് ആണെങ്കിൽ ഉത്തമൻ, മധ്യമൻ, അധമൻ. ഞാൻ കേട്ടണെങ്കിൽ ആദ്യമായിട്ട് കേൾക്കാം ബുദ്ധിദാനം. അങ്ങനെ ഒരു ദാനമല്ല ഇല്ലേ. ബുദ്ധിദാനം എന്ന് പറഞ്ഞാൽ ശത്രുവിന്റെ സമീപത്തെങ്കിൽ ചെന്ന് ശത്രുവിന് സന്മാർഗം ഉപദേശിക്കുക. അതിനാണ് ബുദ്ധിദാനം എന്ന് പറഞ്ഞാൽ. അതിൽ സമർത്ഥനായിരിക്കണം ഇവിടുന്ന് പോണ ദൂതൻ. ഹനുമാനെ പറഞ്ഞേക്കാം. ഹനുമാനം ഒരിക്കൽ എങ്ങനെ പോയി വന്നിട്ടുള്ള ആളാണല്ലോ. അപ്പൊ എന്താ അവിടുത്തെ സമ്പ്രദായം, രാവണനെ എവിടെയായിരിക്കണം എന്നൊക്കെ ഹനുമാൻ അറിയാം. ഹനുമാനെ പറഞ്ഞേക്കാം അല്ലേ. ഇതാണെങ്കിൽ സുഗ്രീവാ അത് വേണ്ട, ഹനുമാൻ വേണ്ട. ഹനുമാൻ പോയാൽ ഹനുമാനെ കൊണ്ട് കാര്യം സാധിക്കുകയല്ല. പക്ഷേ ഹനുമാൻ പോയിട്ട് ഇപ്പൊ വന്നില്ലേ ഉള്ളൂ. ഇനി ആദ്യം ഹനുമാനെ തന്നെ പറഞ്ഞേച്ചാൽ രാവണന് നമ്മളെ കുറിച്ച് ഒരു പോരായ തോന്നിയിരുന്നു. രാമന്റെ കൂട്ടത്തിൽ കുരങ്ങന്മാരനവധി ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ളവൻ ഈ ഹനുമാൻ എഴുതലേ ഉള്ളൂ എന്ന് തോന്നുന്നു വരും. അതിനിടവിട്ടണ്ട, അല്ലാണ്ട് കഴിവുള്ള ആള് നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. ആരാണെങ്കിൽ അങ്കദൻ ദൂതനായിട്ട് ഗമിക്കട്ടെ. അങ്കദനാണ് ഇവിടുന്ന് ദൂതനായിട്ട് പോവാൻ യോഗ്യനായിട്ടുള്ള ആള്. ആ രാമനെ ശരണം പ്രാപിക്കുക അല്ലെ. രാവണ, നിനക്ക് ശ്രേയസ് വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ധർമ്മഭക്തിയായിരിക്കുന്ന സീതാദേവിയെ ഭഗവാന് കൊണ്ടുപോയി കൊടുത്ത് ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ശരണം പ്രാപിക്കുക. യാത്ര പറയാനായിട്ട് ചെന്നാൽ ആരാത്? അങ്കദനല്ലേത്? എന്താ അങ്കദ വിശേഷിച്ച്? യാത്ര വേണം വിചാരിച്ചാണ്. യാത്ര എവിടേക്ക്? എന്താ വിലക്ക്? എന്താ വിശേഷം? വിശേഷമൊന്നും ഉണ്ടായിട്ടല്ല, ആരുടെ? ഭഗവാന്റെ ദൂതനായിട്ട്. ഓ, ഭഗവാന്റെ ദൂതനായിട്ട് അങ്കദനാ അങ്ങനെ വേണമെന്നാണ് കത്തര. ഓ, അപ്പോ വിചാരിക്കുന്നത് അന്ന പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്തിനാ വന്ന് ഒരു വാക്ക് പറഞ്ഞിട്ട് വേണമോ പോവാന്ന് വിചാരിച്ച് പറയാൻ വേണ്ടി വന്നതാണ്. എന്നോട് യാത്ര പറയാൻ വരി, അങ്ങനെ വേണല്ലോ. നന്നായി അങ്കദനത് തോന്നിയില്ലോ. എന്നോടൊരു വാക്ക് പറയുന്നത് തോന്നിയില്ലേ? എനിക്ക് സന്തോഷമായി, കണക്കിലായി വരും കേട്ടോ. ദൈവാധീനമുള്ള ആളുകളും ഇല്ലാത്ത ആളുകളും തമ്മിലുള്ള വ്യത്യാസമാണ്. ദൈവാധീനമുള്ളവന് വേണ്ടത് വേണ്ടപ്പോ തോന്നും, ദൈവാധീനം ഇല്ലാത്തവനും തോന്നും വേണ്ടപ്പോഴാവില്ല എന്ന് മാത്രമേ. കണ്ടില്ല എന്റെ കയ്യിരിക്കുന്ന വാള് വെറുതെ പിടിച്ചേണ്ടതല്ല ഞാനേ. അവരിങ്ങോട്ട് പറഞ്ഞ കണ്ടാൽ ആകാശമാർഗത്തിൽ വെച്ച് തന്നെ ഒരു വെട്ട് കഴിഞ്ഞു എന്റെ കഥ. ഇതിന് ഓരോരോ വീരവാദങ്ങളും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയ. ആ സമയത്താണ് അങ്കദൻ മതിലിന്റെ മുകളിലേക്ക് അങ്ങോട്ട് ചാടി ഉണ്ടായതേ. ചാടിയപ്പോ അപ്പോ ഒരാള് കാൽമ പിടിച്ചപ്പോ പിന്നെ അവളൊക്കെ വാല് പിടിച്ച ആളുകളുടെ കാൽമ പിടിച്ചു കൊടുക്കി. അങ്ങനെ കാൽമ പിടിച്ച് കുറെ കഴിഞ്ഞപ്പോ കാൽമ സ്ഥലം. അങ്ങനെ വന്നപ്പോ വാല് പിടിച്ചവന്റെ കാല് കാൽമ പിടിച്ചു കൊടുക്കി. അങ്ങനെ പിടിച്ച് കുറെ കഴിഞ്ഞപ്പോ അവിടെ സ്ഥലം ചെയ്യാണ്ട് വന്നപ്പോ വാല് പിടിച്ചവന്റെ കാല് കാൽമ പിടിച്ചു. ഞാൻ പറയാം, അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. നമ്മളിപ്പോ അവന്റെ വാലിമ പിടിച്ചേക്കല്ലേ, അതെ, അവനെ കീഴ്പോട്ട് ഇങ്ങോട്ട് വലിക്കുക, എന്നിട്ട് തലയ്ക്ക് മീതെ അങ്ങോട്ട് കറക്കുക, എന്നിട്ട് ഈ മതിലുമേ ഒരാട്ടി കഴിഞ്ഞു. കേട്ടില്ലേ എല്ലാവരും? കീഴ്പോട്ട് വലിക്കുക, തലയ്ക്ക് മീതെ കറക്കുക, മതിലുമേ അടിക്കുക. ഈ കീഴ്പോട്ട് വലിച്ചിട്ട് തലയ്ക്ക് മീതെ കറക്കണം എന്ന് പറഞ്ഞില്ലേ? അതിപ്പോ എങ്ങനെയാ വേണ്ടേ? ഇടത്തോട്ട് കറക്കണോ വലത്തോട്ട് കറക്കണോ? ഇടതായാലും എന്താ വലതായാലും എന്താ, കൈ കിട്ടിയാ കറക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? അതില്ല. അത് ഇടതായാലും വേണ്ടിയാ വലതായാലും വേണ്ടിയാ കൈ കിട്ടിയാ കറക്കുക. അതുകൊണ്ട് ആള് വാൽമ പിടിച്ച് കീഴ്പോട്ട് വലിക്കാൻ തുടങ്ങി.
വാല് കീഴ്പോട്ട് വലിക്കാൻ തുടങ്ങിയപ്പോ അങ്കദം വാല് പതുക്കെ മുകളിലേക്ക് ഇങ്ങനെ പൊക്കി തുടങ്ങി. വാല് മുകളിലേക്ക് പൊക്കിയപ്പോ എന്താ കീഴ്പോട്ട് 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 അതെ കീഴ്പോട്ടാ വലിക്കണത് മേപ്പോട്ടാണല്ലോ പോണത്. എനിക്ക് തോന്നുന്നത് കീഴ്പോട്ട് വലിച്ചാൽ മേപ്പോട്ട് പോണ വകയാന്നാ തോന്നുന്നത്. ഇതൊന്ന് മേപ്പോട്ട് വലിച്ചു നോക്കിയാലോ, അപ്പൊ ചിലപ്പോൾ കീഴ്പോട്ട് വന്നു. രത്നഖചിതമായിരിക്കുന്ന സിംഹാസനത്തിങ്കൽ സുസ്ഥിതനാണെന്ന്. രത്നങ്ങൾ പുഷ്യരാഗം വൈഡൂര്യം തുടങ്ങിയിരിക്കുന്ന രത്നങ്ങൾ പതിപ്പിച്ച് അതിവിശേഷമായിട്ടുള്ള സിംഹാസന. അതിൽ ഇരിക്കേണ്ടതല്ല, സുഖായിട്ടിരിക്കേണ്ടത്. അങ്കദൻ ആ സിംഹാസനം രാവണന്റെ മുമ്പിൽ കൊണ്ടുവിട്ട് രാവണന്റെ മുമ്പിൽ ഇരുന്നു. എന്തെങ്കിലും പറയണമെന്ന് അറിയട്ടെ എന്ന് നിശ്ചയിച്ചു. എന്നിട്ടും രാവണൻ കണ്ടു മേടിക്കാനുള്ള ഭാവന. അങ്ങനെ വന്നപ്പോ തന്റെ വാലുണ്ട്, ആ വാല് താനിരിക്കുന്ന സിംഹാസനത്തിന്റെ ചോട്ടി കൂടെ അവർ കൊണ്ടുപോയി രാവണനിരിക്കുന്ന സിംഹാസനത്തിന്റെ 4 കാലിനെ കൂടി ചുറ്റിച്ചിട്ട് അതിന്റെ തല ഇങ്ങോട്ട് മുകളിലേക്ക് കൊണ്ടു. അത് രാവണൻ ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയല്ലേ, അവിടെ ചെന്നത് ആ മൂക്കിൽ കൊണ്ടുപോയിട്ട് ഈ വാലിന്റെ അറ്റം കൊണ്ട് ഒരു കുത്താൻ കുത്തിയപ്പോ രാവണന് 10 മുഖ, അപ്പൊ 20 ദ്വാരം ഉണ്ട്. ഒരറ്റത്ത് കുത്തി 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 ഇങ്ങോട്ട് പോകാൻ പിന്നെ ആ അറ്റത്ത് ഇങ്ങോട്ട് പോകാം. കുറച്ച് നേരം ഉണ്ടായി. എന്നിട്ട് രാവണൻ കണ്ണു അടിക്കില്ല. അങ്ങനെ വന്നപ്പോ അവസാനം ആ വാലിന്റെ അറ്റം കൊണ്ട് ആ ചൂതുപടം ഒരടി അങ്ങോട്ട് അടിച്ചു. ആ വാല് പിടിച്ചിട്ട് ഒരു വലിയ ഇങ്ങോട്ട് വലിച്ചു. അതോടുകൂടി രാവണനും സിംഹാസനം ഒക്കെ കൂടെ ചടപട ചടപട രാവണ അടിയിലും സിംഹാസനം രാവണന്റെ പോകുന്നു. രാവണ, ഞാൻ വന്നത് വേറെ ഒന്നിനുമല്ല. ഞാനിവിടെ വന്നത് നിന്നോട് ചില നല്ല കാര്യങ്ങൾ പറയാനാണ്. നിനക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടാ ഞാൻ വന്നത്. ആ ഭഗവാന്റെ ധർമ്മവതിയായിരിക്കുന്ന സീതാദേവിയെ ഭഗവാന് കൊണ്ടുപോയി കൊടുത്ത് അദ്ദേഹത്തിന്റെ പാതാരവിന്ദങ്ങളെ ശരണം പ്രാപിക്കുക. അതല്ലെങ്കിൽ അദ്ദേഹം നിന്നെ നിഗ്രഹിച്ച് നീ ഇരിക്കുന്ന സ്ഥാനത്തിങ്കൽ നിന്റെ അനുജനായിരിക്കുന്ന വിഭീഷണനെ ഇരുത്തി അഭിഷേകം ചെയ്യും എന്ന് കേട്ടപ്പോ തന്നെ നിഗ്രഹിക്കുന്ന ശ്രമിക്കില്ല. ആരാണ് കഴിക്കാവുന്ന കഥ? രാക്ഷസന്മാരെ അടുത്തേക്ക് വരുമ്പോ അമിതം കയ്യൊക്കെ തിരുമിട്ട അവിടുന്ന് ചാടി ഭഗവാന്റെ അടുത്തൂടെ വന്ന്, അല്ലേ സ്വാമി, നയജ്ഞനല്ല, ദിവ്യം തന്നെയാണ്, യുദ്ധം തന്നെ മാത്രമുള്ളൂ എന്ന് ഭഗവാനെ അറിയിച്ചു. കേട്ടപ്പോ ഭഗവാനും ഏതായാലും യുദ്ധത്തിന് പുറപ്പെടാ, യുദ്ധം കൂടാണ്ട കഴിക്കണം എന്നാണ് വിചാരിച്ചത്. നടക്കില്ല എന്നുള്ള കാര്യം തീർച്ചയായി. യുദ്ധം തന്നെ വേണ്ടിവരും, കൂടാണ്ട് തരവില്ലല്ലോ. യുദ്ധത്തിന് എന്താ വേണ്ടതെന്ന് ആലോചിക്കുക എന്ന് നിശ്ചയിച്ച് ആ ഭഗവാൻ ലോകനായകനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ യുദ്ധസന്നാദ്ധനായിട്ട് യുദ്ധം എങ്ങനെയാണ് വേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഭക്തവത്സലനായിരിക്കുന്ന യാതൊരു ഭഗവാൻ ശ്രീരാമചന്ദ്രനോ അങ്കദന്റെ മുഖത്തിൽ നിന്ന് രാവണൻ ദണ്ഡ്യൻ എന്നറിഞ്ഞതിന്റെ ശേഷം യുദ്ധാവസരത്തെ പ്രതീക്ഷിച്ചും കൊണ്ടായി അവിടെ ഓർപ്പിച്ചത് പ്രകാരമില്ലാതിരിക്കുന്ന ഭഗവാൻ ശ്രീരാം. സുപരിചിതമായ ഒരു പുരാണ കഥാഭാഗം അതിസരസമായി അവതരിപ്പിച്ച് കഥയ്ക്ക് വേറൊരു മാനം നൽകി നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഹാസ്യവും വ്യംഗ്യവും ഒക്കെ കൂടി ചേർത്ത് ഒരു അവിസ്മരണീയമായ സായാഹ്നം തന്നെയാണ് നമുക്ക് കാഴ്ചവെച്ചത് ഈ അതുല്യ കലാകാരൻ. ഈ കലയിൽ അഗ്രഗണ്യനായ ശ്രീ മാർഗി മധുവിനെ തന്നെ നമുക്കിന്നിവിടെ ഇത് അവതരിപ്പിക്കാൻ ലഭിച്ചത് നമ്മുടെ ഭാഗ്യമാണ്. അത്യധികം സ്നേഹം, സന്തോഷം റെക്ക ക്ലബിന്റെ പേരിലും ഇന്നിവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിലും അദ്ദേഹത്തോടും ഗംഭീരമായ മിഴാവിൽ അകമ്പടി സേവിച്ച കലാമണ്ഡലം ശ്രീ മണികണ്ഠനും ഞങ്ങളുടെ ഏവരുടെയും നന്ദി രേഖപ്പെടുത്തുന്നു.